നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. ശത്രുക്കളെ പാഠം പഠിപ്പിക്കാൻ രാജ്യത്തെ സുരക്ഷ കൂടുതൽ മെച്ചപ്പെടുത്താൻ വമ്പൻ നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മുടെ തേജസ് യുദ്ധവിമാന പദ്ധതി. രാജ്യത്തിന്റെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ വാഗ്ദാനങ്ങളും വെല്ലുവിളികളും ഇത് ഉൾക്കൊള്ളുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും അണിയറയിൽ തിരക്കിട്ട പല നീക്കങ്ങളും നടത്തുന്നു എന്നത് ഒരു വാസ്തവമാണ്. അതായത് എതിരാളികൾ അവരുടെ സ്റ്റെൽത്ത് കഴിവുകൾ വികസിപ്പിക്കുന്ന വേളയിൽ നമ്മൾ കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. തേജസ് പദ്ധതിയുടെ നിലവിലെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ MK1A കാലതാമസവും ഉൽപാദന വെല്ലുവിളികളും അടിവരയിട്ട് എടുത്തു പറയണം. തേജസ് MK1A പദ്ധതിക്ക് കാര്യമായ കാലതാമസം നേരിട്ടു. 2025 മാർച്ച് വരെ 2 വർഷത്തെ കാലതാമസത്തിന് ശേഷം ജനറൽ ഇലക്ട്രിക് ആദ്യത്തെ F404IN-20 എഞ്ചിനുകൾ ഒടുവിൽ വിതരണം ചെയ്തു. റിസർവ് എഞ്ചിനുകൾ ഉപയോഗിച്ച് HAL 3 വിമാനങ്ങൾ നിർമ്മിച്ചു. 2025 അവസാനത്തോടെ ആദ്യത്തെ 11 തേജസ് MK1A വിമാനങ്ങൾ എത്തിക്കാനാണ് HAL ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. നിലവിലെ ഓർഡർ പ്രകാരം 2031-32 83 വിമാനങ്ങൾ എത്തിക്കാനാണ് പദ്ധതി. 67,000 കോടി രൂപ വില വരുന്ന 97 MK1A യുദ്ധവിമാനങ്ങൾ കൂടി സർക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം വിമാനങ്ങളുടെ എണ്ണം 180 ഉയർത്തി എന്നതാണ്. മീഡിയം വെയ്റ്റ് ഫൈറ്റർ അഥവാ MWF എന്നും അറിയപ്പെടുന്ന തേജസ് MK2 വലിയ എയർഫ്രെയിം, കൂടുതൽ ശക്തമായ GEF 414INS-6 എഞ്ചിൻ, മെച്ചപ്പെടുത്തിയ കഴിവുകൾ എന്നിവ അടങ്ങുന്ന പ്രധാന നവീകരണം എടുത്തു കാട്ടുന്നുണ്ട്. ആദ്യത്തെ പ്രോട്ടോടൈപ്പ് റോൾ ഔട്ട് 2025 അവസാനത്തോടെയോ 2026 തുടക്കത്തിലോ പ്രതീക്ഷിക്കുന്നു. ആദ്യ പറക്കൽ 2026 ആദ്യ പാദത്തിൽ ലക്ഷ്യമിടുന്നു എന്നതാണ്. ചൈനയുടെ സ്റ്റെൽത്ത് കഴിവുകൾ ഈ ഒരു അവസരത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ 2017 സർവീസിൽ പ്രവേശിച്ച J-20 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ വൻ ഭീഷണിയായി മാറിയിരിക്കുന്നു. PL-15 മിസൈലുകൾ ഘടിപ്പിച്ച 200 മുതൽ 300 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള 200-ലധികം യൂണിറ്റുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 2024 ഡിസംബറിൽ ആദ്യ പറക്കൽ നടത്തിയ J-36 പ്രോട്ടോടൈപ്പ് ഉൾപ്പെടെ 6ാം തലമുറ വിമാനങ്ങളുടെ ചൈനയുടെ വികസനമാണ് കൂടുതൽ ആശങ്കാജനകമായത്. ഇനി പാകിസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ 40 J-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി പാകിസ്ഥാൻ ചൈനയുമായി ചർച്ച നടത്തി വരികയാണെന്നുള്ളതാണ് വിവരം. ഇന്ത്യയുടെ ഫൈറ്റർ സ്ക്വാഡ്രൺ പ്രതിസന്ധി ഇവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിലവിൽ 31 സ്ക്വാഡ്രണുകൾ മാത്രമേ ഉള്ളൂ. 42 സ്ക്വാഡ്രണുകളുടെ അംഗീകൃത ശക്തിയിൽ നിന്ന് ഈ എണ്ണം കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 15 വർഷത്തിനുള്ളിൽ നിലവിലുള്ള വിടവുകൾ നികത്തുന്നതിനും മറ്റുമായി ഏകദേശം 450 പുതിയ വിമാനങ്ങൾ ആവശ്യമായി വരും. എന്തായാലും പ്രാദേശിക സ്റ്റെൽത്ത് ഭീഷണികൾക്കുള്ള ഇന്ത്യയുടെ ദീർഘകാല ഉത്തരത്തെയാണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് AMCA പ്രതിനിധീകരിക്കുന്നത്. 2024 മാർച്ചിൽ സുരക്ഷാ കാര്യങ്ങളുടെ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം ലഭിച്ച ഈ പ്രോഗ്രാമിന് 15,000 കോടി രൂപ ബജറ്റ് ഉണ്ടായിരുന്നു. 2028-29 പ്രോട്ടോടൈപ്പ് പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2029 ആദ്യ പറക്കലും 2035 പരമ്പര നിർമ്മാണവും ആരംഭിക്കും.